നമുക്ക് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വളരെ സുപരിചിതമായൊരു വാക്യമാണ് അല്പനേരത്തെ ധ്യാനത്തിനായി വായിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ദൈവത്തിന് അതിന് തൊട്ടുമേളിലൂടെ ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. മതി. നിങ്ങൾ അല്പസമയം എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ഒരാത്മിക സന്ദേശം അല്പസമയം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയ ഒരു കാലഘട്ടം. കർത്താവിന് സ്തോത്രം. ഞാൻ തുടക്കത്തിലേ പറയാം, ദൈവത്തോട് മനുഷ്യൻ അടുക്കുന്നത് നല്ലതാണ്. ഒരിക്കൽ അടുത്താൽ പോരാ, അടുത്തുകൊണ്ടേയിരിക്കണം. ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. അകന്നു പോകാൻ പല കാരണമുണ്ട്. അടുത്തു വരാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ദൈവത്തെ കണ്ടു എന്ന കാരണം. ദൈവജനം ബാബേൽ പ്രവാസത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് ജനത്തിന് വരാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ച് പ്രവചിക്കുന്ന പ്രവാചകനാണ് യിരെമ്യാ പ്രവാചകൻ. യിരെമ്യാവിന് അറിയത്തില്ലായിരുന്നു യിരെമ്യാവിന് പ്രവാചകനാണെന്ന്. ദൈവമാണ് യിരെമ്യാവിന് വെളിപ്പെടുത്തിയത്, യിരെമ്യാവേ, നീ ഒരു പ്രവാചകനാണ്. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം നിങ്ങളൊന്ന് എടുത്തേ. 1-ാം അധ്യായത്തിൻ്റെ എനിക്ക് തോന്നുന്ന 5-ാമത്തെ വാക്യമാണ് ദൈവം യിരെമ്യാവിനോട് പറയുന്ന ഭാഗം അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പ്. ദൈവം സംസാരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം വേദപിതാക്കളുടെ നിഗമനം അനുസരിച്ച് ദൈവം ഈ ദൂത യിരെമ്യാവിനോട് സംസാരിക്കുമ്പോൾ യിരെമ്യാവിന് 15 വയസ്സോ 16 വയസ്സോ പ്രായമേ ഉള്ളൂ. അവൻ പറയുന്നുണ്ട്, ഞാൻ ബാലനാണെന്ന്. ഒരു ബാലൻ്റെ പ്രായം ഏകദേശം 15 അതിന് മുകളിലോ ആകാൻ സാധ്യതയുണ്ട്. പ്രായം കൂടിയാലും കുറഞ്ഞാലും വിഷയമില്ല. യിരെമ്യാവിനോട് ദൈവം പറയുക, ശ്രദ്ധിച്ചു കേട്ടെ 5-ാമത്തെ വാക്യം. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു. മാത്രമല്ല, നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ ഞാൻ ഒരു പ്രവാചകനായി നിയമിച്ചു. എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അവൻ ബാലനാന്നാ പറഞ്ഞു. യിരെമ്യാ പ്രവചനം നമ്മൾ പഠിക്കുമ്പം യിരെമ്യാ പ്രവചനം 52 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമാണ് യിരെമ്യാ പ്രവചനം. ബാലനാന്ന് പറഞ്ഞവൻ ചെയ്ത കാര്യമാണ്. യിരെമ്യാ പ്രവചനം മാത്രമല്ല അവൻ എഴുതിയത്, വിലാപങ്ങളുടെ പുസ്തകം എഴുതി, രാജാക്കന്മാരുടെ 1-2 പുസ്തകം എഴുതി. സ്തോത്രം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകവും 2-ാം പുസ്തകവും യിരെമ്യാ പ്രവചനവും, ദൈവത്തിന് സ്തോത്രം, വിലാപങ്ങളുടെ പുസ്തകവും എല്ലാം എഴുതിയത് ബാലനെന്ന് പറഞ്ഞ ഇവനാണ്. സ്തോത്രം. ഞാൻ തുടക്കത്തിലെ ഒരു കാര്യം പറയാം, നീ ആരാന്നല്ല വിഷയം, നിന്നെ ആരാക്കുമെന്നാ വിഷയം. ഹല്ലേലൂയ. യിരെമ്യാവിലൂടെ ജനത്തോട് പറയുകയാണ്, യിരെമ്യാവിനെ ഒരു കുശവന്റെ വീട്ടിൽ കൊണ്ടുവന്നു. കുശവൻ ഒരു പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഒരു കുശവനെ സംബന്ധിച്ച് ഒരു കളിമണ്ണ് കയ്യിലെടുക്കുമ്പോൾ തന്നെ താൻ എന്തോ പാത്രമാ ഉണ്ടാക്കാൻ പോകുന്നേ, അതിൻ്റെ ചിത്രം കുശവന്റെ ഹൃദയത്തിലുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. പൊടിയെടുത്ത് കുഴച്ചാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. ആദ്യ മനുഷ്യന്റെ പേരെന്തുവാ? ആദാം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഒരു കൈ നിറച്ച് പൊടിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ ഒരാദമിൻ്റെ രൂപം ഉണ്ട്.
ആ രൂപമാണ് മുമ്പിൽ വെളിപ്പെട്ടത്. ബൈബിൾ ഭാഷ പറഞ്ഞ നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒരു രൂപമുണ്ട്, ഒരു ഭാവികാല സന്ദേശമുണ്ട്. നീ ഇപ്പോൾ ആരാന്നല്ല ചോദ്യം, അല്പ ദിവസത്തിനകത്ത് നിന്നെ ആരാക്കുമെന്ന വിഷയം. മനുഷ്യ മനസ്സുകളിലെ ഏറ്റവും വലിയൊരു പരാതിയാ ഞാൻ ഒന്നുമായില്ലെന്ന്. അത് നീ സമ്മതിച്ചാൽ മതി. ഒന്നുമാകാത്ത നിന്നെ എല്ലാം ആക്കി മാറ്റുവാൻ കഴിയുന്നവൻ്റെ പേരാ യേശു. എത്ര പേർ അതിന് ആമീൻ പറയാൻ പറ്റൂ? ഞാൻ ഇന്നിവിടെ കൂടപ്പെട്ടവരോട് ഞാൻ പ്രവചിച്ചു പറയുക, ഇപ്പോൾ നീ ഒന്നുമല്ല, പക്ഷെ നിന്നെ വിളിച്ചവൻ നിന്നെ ചിലതൊക്കെ ആക്കാൻ കഴിവുള്ളവനാ. യിരെമ്യാവിനെ കുശവന്റെ വീട്ടിൽ കൊണ്ട് കാണിച്ച ഈ കാഴ്ചയുടെ പിമ്പിലെ സന്ദേശം മാത്രം ഞാൻ പറയാം. ഏദനിൽ ആദമിനെ ഉണ്ടാക്കുമ്പോൾ ആദമിന്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുക. ചക്രത്തെ പണിയുന്ന കളിമണ്ണിന്റെ മേൽ കുശവന്റെ കൈ സ്പർശിച്ചുകൊണ്ടേയിരിക്കുക. ഈ സ്പർശനം എന്താണെന്നറിയാമോ? കുശവന്റെ ഉള്ളിൽ കിടക്കുന്ന ചിത്രം കൺമുമ്പിൽ പ്രദർശിപ്പിക്കാനാ ഈ സ്പർശനം. കൂടെ കൂടെ നിന്നെ ദൈവം സ്പർശിക്കുന്ന ഓർത്തോണം, എന്തോ നിന്നെ ആക്കാൻ ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ഇനി ഇച്ചിരൂടെ മനസ്സിലാകുന്ന ഭാഷയിലേക്ക് വരാം. ഈ കളിമണ്ണ് കുശവൻ പണിതുകൊണ്ടിരിക്കുമ്പോൾ പണിയുടെ പൂർത്തീകരണത്തിലെത്തും മുമ്പ് ആ പാത്രം ഉടഞ്ഞുപോയി. ഉടഞ്ഞ പാത്രം, ഇഷ്ടം പോലെ കളിമണ്ണ് കിടക്കുകയല്ലേ, എടുത്ത് അങ്ങോട്ട് എറിഞ്ഞേച്ച് അടുത്ത കളിമണ്ണ് കൊണ്ട് പണി തുടങ്ങണ്ടേ? ഈ കുശവൻ അങ്ങനല്ല. ജീസസ് ഉടഞ്ഞതിനെ പിന്നെയും പണിയുന്നവനാ. നാട്ടുകാർ തള്ളിക്കളഞ്ഞ നിന്നെ, വീട്ടുകാർ തള്ളിക്കളഞ്ഞ നിന്നെ, രക്തബന്ധങ്ങൾ തള്ളിക്കളഞ്ഞ നിന്നെ കുറിച്ച് കുശവന്റെ ഉള്ളിൽ പ്രതീക്ഷയുണ്ട്. ഇനിയും പണിയാ. ഓ ഹല്ലേലൂയ. ഈ ബൈബിളിലെ ചില പ്രയോഗങ്ങൾ ഞാൻ പറയാം. ഉടഞ്ഞ പാത്രം എടുത്തെറിഞ്ഞാ പോരായോ? അടുത്ത പണിയല്ലോ. വേറൊരു ഭാഗം ഞാൻ നിങ്ങളോട് പറയാം. കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തും. കായ്ക്കാത്തതിനെ ചെത്തുന്നുമില്ല, നോക്കുന്നുമില്ല. കായ്ക്കുന്നതിനെ ഇത്രയും പ്രാർത്ഥിക്കുന്ന എന്നെ എന്തിനാ ചെത്തുന്ന പറയാം, അധികം കായ്ക്കണം. നീ ഉടഞ്ഞത് തീരാനല്ല, നിന്നെ കുറിച്ച് കുശവന്റെ ഹൃദയത്തിൽ വേറെ പ്ലാനാ. ഓ ഹല്ലേലൂയ. ഞാനിവിടെ ദൂതെടുക്കുമ്പോൾ ചില ഉടഞ്ഞ പാത്രങ്ങളെ കാണുക. ഈ ഉടച്ചിൽ തകർക്കാനല്ല, ഇനിയും ഒരു പണിയുണ്ട്. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, പൊളിക്കുന്ന സ്പിരിറ്റും ഉണ്ട്, പണിയുന്ന സ്പിരിറ്റും ഉണ്ട്. ഇതിനകത്ത് പൊളിക്കുന്ന സ്പിരിറ്റുകൾ നിന്റെ ജീവിതത്തെ പൊളിച്ചെങ്കിൽ യേശു പറയാ, ഞാൻ പണിയാൻ പോവാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഏത് പൊളിഞ്ഞതിന് എൻ്റെ കർത്താവ് പണിയും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിനക്ക് അത്ഭുതം തോന്നത്തക്കവണ്ണം നിന്റെ അകത്തൊരു പണി നടക്കാൻ പോവുക. നിന്റെ രക്തബന്ധങ്ങൾ നിന്നെ തള്ളിക്കളഞ്ഞു, സ്നേഹിതര് നിന്നെ തള്ളിക്കളഞ്ഞു, കൂട്ടുകാര് നിന്നെ തള്ളിക്കളഞ്ഞു. എന്നാൽ ദൈവം പറയാണ്, ഞാൻ പണിയും. ഈ പൊളിയുന്നത് എവിടാന്നറിയോ? ഈ ബൈബിളിൽ ഭാഷ കലങ്ങിയപ്പോഴാ
പൊളിഞ്ഞത്. എന്തുവാ? പണി തുടങ്ങി എപ്പോഴാണെന്നറിയാമോ സഹോദരൻ? എല്ലാവരും ഒരേ ഭാഷ പകർന്നുകൊണ്ടാ, ജീസസ്, ആത്മീക ഭാഷ പകർന്നുകൊണ്ടാ പണി തുടങ്ങിയത്. പൊളിഞ്ഞത് എവിടാ? ബാബേൽ കോട്ടയിലാ. പണിഞ്ഞത് എവിടാ? പെന്തിക്കോസ് നാളിലാ. ഞാൻ ദൂത് പറയാൻ പോവാ. ഒരു ഭാഷയുടെ വിഷയമായി ഇവിടെ. ഭാഷ കലങ്ങിയതിന്റെ കാരണം പണി നടക്കുക. മേശരി പറയുന്ന ഭാഷ ഇഷ്ടിക എടുക്കുന്നവന് മനസ്സിലാകുന്നില്ല. ഇഷ്ടിക എടുക്കുന്നവൻ പറയുന്ന ഭാഷ സിമന്റ് കുഴയ്ക്കുന്നവന് മനസ്സിലാകുന്നില്ല. പണി പൊളിഞ്ഞു. നമ്മുടെ വീടുകളിലും ഇങ്ങനെ ഭർത്താവ് പറയുന്ന ഭാഷ ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല, ഭാര്യ പറയുന്ന ഭാഷ ഭർത്താവിന് മനസ്സിലാകുന്നില്ല, ഭാര്യയും ഭർത്താവും പറയുന്ന ഭാഷ പിള്ളേർക്ക് മനസ്സിലാകുന്നില്ല, പിള്ളേർ പറയുന്ന ഭാഷ അപ്പനും അമ്മയ്ക്ക് മൊത്തത്തിൽ കലക്കവ. പാസ്റ്റർ പറയുന്ന ഭാഷ വിശ്വാസിക്ക് മനസ്സിലാകുന്നില്ല, വിശ്വാസി പറയുന്ന ഭാഷ നിങ്ങളാരും വേണ്ടുന്നില്ലല്ലോ. മൊത്തം പണി പൊളിയുക. എന്നാൽ നിങ്ങൾ നോക്കിയേ, പെന്തിക്കോസ് നാളിൽ പല ഭാഷക്കാർ ഒന്നിച്ചുകൂടി അവർക്കൊരൊറ്റ ഭാഷ അങ്ങോട്ട് പകർന്നു. ഇന്ന് പകൽ പണിയുന്ന ഭാഷ, ഓ യേശുവിന്റെ നാമത്തില് എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു, നിന്റെ ഉടച്ചിലുകൾക്കകത്ത് ഒരു പണിയുണ്ട്. ഓ യേശുവിന്റെ നാമത്തില് ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയാം, ഒമി എന്തോ ഒരു പണിയുടെ അവസ്ഥ നിനക്ക് വരാൻ പോവുക. നിന്നെ കളയാനല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരത്ഭുതമാകത്തക്കവണ്ണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് കൈ കൊടുത്ത് പറ, നിന്നെ ദൈവം പണിയാൻ പോവാന്ന് പറ. ഓ ഹല്ലേലൂയ. ചിലരുടെ ശുശ്രൂഷ തലത്തെ പണിയാൻ പോവുക, ചിലരുടെ കുടുംബജീവിതത്തെ പണിയാൻ പോവുക, ചിലരുടെ സാമ്പത്തിക മേഖലയെ പണിയാൻ പോവുക, ചിലരുടെ ആത്മീക മേഖലയെ പണിയാൻ പോവുക. നിന്നെ തകർത്ത് കളഞ്ഞവൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം വെല്ലുവിളിക്കുന്നൊരു വെല്ലുവിളി ബൈബിളിലുണ്ട്. വെല്ലുവിളി കേട്ടോ, ഈ മന്ദിരം പൊളിക്കാമെങ്കിൽ പൊളിക്ക്, 3-ാം ദിവസം അത് പണിയപ്പെട്ടിരിക്കും. അടുത്ത ചലഞ്ച് കേട്ടോ, ഞാൻ എൻ്റെ സഭയെ പണിയും, ഒരു പാതാള ഗോപുരം പൊളിക്കത്തില്ല. ഓ ഗ്ലോറി ടു ഗോഡ്. ഞാനിവിടെ വെളിപ്പാടി പറയാം, നിന്റെ കുടുംബത്തെ പൊളിക്കുന്ന സ്പിരിറ്റ്, നിന്റെ ചർച്ചിനെ പൊളിക്കുന്ന സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകണം. എവിടോ ദൈവകൃപ ഷമാനഹത്തിരി വികുടമന. ഓ ഒരു വലിയ പണി നടക്കാൻ പോവുക. അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഒരു പണി നടക്കാൻ പോവുക. കളിമണ്ണിന്റെ മേൽ കുശവനാണ് അധികാരം. ഈ കളിമണ്ണെ പണിയുന്ന ആൾക്കാരോടൊക്കെ പോണം. നമ്മൾ പറയും, ഇവൻ കളിമണ്ണ് ചക്രത്തിൽ എടുത്ത് വെച്ചവൻ പറഞ്ഞു ഇന്ന പാത്രം വെളി വരും. പണിയുടെ പകുതിയാകുമ്പോൾ നമ്മൾ അതല്ല വേറൊരു പാത്രം. അതിന് മുക്കാലെത്തുമ്പോൾ നമ്മൾ പറയാം അതല്ല വേറെയാ. ഈ പണിയുന്നവൻ്റെ അകത്തെ ചിത്രം കാഴ്ചക്കാരന് മനസ്സിലാവുകയില്ല. അതുകൊണ്ടാണ് നിന്റെ ലൈഫിനെ നോക്കി നിനക്ക് ചില ടെൻഷൻ. ഒരു ടെൻഷനും വേണ്ട, ഇത് ചിത്രം ഉണ്ടാക്കിയിട്ട് പണിയുക. നിന്നെ ആരാക്കണമെന്ന് ദൈവം, നീ കേട്ട പ്രവചനം, നീ കേട്ട വചനം, നീ കേട്ട വെളിപ്പാട് നിന്നെ ആരാക്കാമെന്ന ലതന ശതന ഹത്തിരി. ഓ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിലൊരു കാഴ്ച കാണുകയാ. നിന്റെ ലൈഫിൽ സംഭവിച്ച ചില വിഷയത്തെ പരിശുദ്ധാത്മാവിന് തൊടുക. നീ തകരാൻ പോകുമല്ല, ഉടയാൻ പോകുമല്ല. നിന്റെ ഒരു സൈഡ് പൊട്ടിയത് കണ്ട്, ഉടഞ്ഞത് കണ്ട് ചിലര് ചിരിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ മുമ്പിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിന്റെ നിർബന്ധം ഇവിടെ കിടക്കുക.
റഥ ശതാന യെസ്. പൗലോസ് ചോദിക്കുന്നൊരു ചോദ്യം റോമർക്ക് എഴുതിയ ലേഖനത്തിലുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 21-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. അല്ല, കുശവൻ അതേ പിണ്ണത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? കുശവൻ അധികാരമില്ലയോ? നിന്നെ ആരാക്കി മാറ്റണമെന്ന് നാട്ടുകാരല്ല തീരുമാനിക്കുന്നത്. ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്റെ ചിത്രമുണ്ട്. ഒരാമയും പറഞ്ഞു കൊടുക്കണം. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാം, നീ ഒന്നും ആയില്ല, പക്ഷെ എന്തോ ആകാൻ പോവുക. എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് മനസ്സിനകത്ത് പ്രത്യാശിക്കണം. ഈ വെല്ലുവിളി വന്നത്, ഈ ഉടച്ചിൽ വന്നത് തീർക്കാനല്ല, എന്നെ യജമാനൻ ഇഷ്ടമുള്ള മറ്റൊരു പാത്രം. ഇരമ്യാവിലെ വാക്ക് പറയാം, തനിക്ക് ബോധിച്ച പോലെ ഒരു പാത്രമാക്കി മാറ്റി. ദൈവത്തിന് ബോധിച്ച പോലെ. ഇനി നമുക്ക് ചെറുടെ കയറി ഒന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ ഏറ്റവും വലിയൊരു സന്ദേശം കേൾക്കണം. ഇരമ്യ പ്രവചനം 18-ാം അധ്യായം 6-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. ആദ്യം 4-ാമത്തെ വാക്യം വായിച്ചേ. കുശവൻ കളിമണ്ണുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. നീ ഉടഞ്ഞപ്പം ചിലര് ചിരിച്ചു, പക്ഷെ നീ സങ്കടപ്പെടരുത്. നീ ഉടഞ്ഞത് ഇല്ലായ്മപ്പെടാനല്ല, മറ്റൊന്നാക്കാനാ. ഓ ഹല്ലേലൂയ. ചിലര് നിന്നെ തകർത്തപ്പം ദൈവം മിണ്ടാതിരുന്നത് നിന്നെ മറന്നതല്ല, ഇനിയും തകർക്കാമെങ്കിൽ തകർക്ക്. ഓ യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം. അവൻ പറയാ, തരാനും അധികാരമുണ്ട്, ഇനിയും തരാനും അധികാരമുണ്ട്. ഒരാമയും പറഞ്ഞു തുടങ്ങണം. എന്നോട് ദൈവാത്മാ പറഞ്ഞ, അടഞ്ഞു പോയ ചില ഉറവകൾ ഇനിയും തുറന്നു വരും. വാഗ്ദത്തമുള്ള ഇസഹാക്ക് നടന്നു പോകുമ്പോൾ അവനറിയാം, അപ്പന്റെ കാലത്ത് അടഞ്ഞ ഉറവ ഇനിയും തുറക്കണം. ഓ, ഈ ദൂത് കേൾക്കുമ്പോൾ കൃപ വ്യാപരിക്കണം. നിങ്ങൾ കൈയടിച്ചില്ലേലും വേണ്ട, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഒരു 10-30 മിനിറ്റ് എനിക്ക് വേണം. എന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാൻ പോവാ. ലോർഡ് ജീസസ്, നീ പോലും വിചാരിച്ചു ഉടഞ്ഞുപോയി. കുശവൻ പറയുക, ഉടഞ്ഞതിനെ ഞാൻ കളയത്തില്ല. അതുകൊണ്ടാണ് ബൈബിളിൽ തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയം ദൈവം എന്ത് ചെയ്യത്തില്ല, നിരസിക്കത്തില്ല. നാട്ടുകാർ പറഞ്ഞു ഇവൻ കൊള്ളത്തില്ല, ഇവൻ തകർന്നു, ഇവൻ മുടിഞ്ഞു, ഇനി ഇവൻ തലപൊക്കത്തില്ല. യേശു പറയാം, അല്ല, നീ കണ്ടോണം, ഞാൻ അവനെ വേറൊരു പാത്രം. ഓ ഹല്ലേലൂയ. ഇന്ന് നിന്റെ അകത്ത് പ്രത്യാശ അലതല്ലട്ടെ. എന്നോട് ദൈവാത്മാവ് പറയാം, ഇന്ന് ചില അന്ധകാര ശക്തിക്ക് നേരെ യുദ്ധം അഴിച്ചു വിടാൻ പോവാ. നിന്റെ കുടുംബത്തെ പൊളിക്കുന്ന സ്പിരിറ്റ്, നിന്റെ ഉയർച്ചയെ കൃപ കൃപ. നീ പൊളിഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, നീ തകർന്നു കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നിന്റെ വീടിന്റെ സ്വൈര്യത കെടുത്തി, നിനക്കെതിരെ ദുഷ്പ്രചരണങ്ങൾ നടത്തി, അപവാദ കഥകൾ ഉണ്ടാക്കി, ആഭിചാരങ്ങൾ അഴിച്ചുവിട്ട്, മന്ത്രവാദങ്ങൾ അഴിച്ചുവിട്ട്, തലമുറകളെ ഇളക്കി നിന്നെ തകർക്കുന്ന വ്യാപാരം ഒരു സൈഡ് നിൽക്കുമ്പോൾ ദൈവം പറയുക, ഇനിയും തകർത്തോട്ടെ. എനിക്ക് പാത്രത്തെ കുറിച്ച് പ്ലാനുണ്ട്, എനിക്ക് നിന്നെ കുറിച്ച് പ്ലാനുണ്ട്, എനിക്ക് നിന്റെ സന്തതിയെ കുറിച്ച് പ്ലാനുണ്ട്. എനിക്ക് നിങ്ങൾ ഒറ്റ കാര്യം ഒന്ന് വിശ്വസിക്കുക, എന്നെ കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന് നെഞ്ചത്ത് കൈവച്ചൊന്ന് പറ.
ഈ വചനം വിശ്വസിക്കുന്നവർ പറയണം, എന്നെക്കുറിച്ച് ദൈവത്തിന് നമ്മൾ കണ്ട പല സ്വപ്നവും തകർന്നു പോയി. അത് തകർന്നതല്ല, ദൈവം തകർത്തതാ. കാരണം അതല്ല നിന്റെ പ്ലാൻ, അതല്ല നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ. എന്നോട് ദൈവാത്മാവ് പറയാം, നിന്റെ വീട്ടിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി നിന്നോണ്ട് ഈ ദിവസങ്ങളിൽ പണി നടക്കും. ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിനകത്ത് കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. 4-ാം വാക്യം. എന്നാൽ കുശവൻ കളിമണ്ണുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ ഇങ്ങനെ പഠിച്ചങ്ങോട്ട് കയറി വന്നപ്പോ, ലോർഡ്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞവന്റെ ഭാവി സ്വപ്നം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവനങ്ങ് ഉടഞ്ഞുപോയി. അപ്പോൾ ആൾക്കാരെല്ലാം പറയുക, ഇനിയൊന്ന് കാണണം. മേളിരുന്ന് കർത്താവ് പറയാ, ഇനിയൊന്ന് കാണണം. നീ ഉടഞ്ഞത് ദൈവത്തിന് നിന്നെക്കുറിച്ച് മറ്റൊരു പാത്രമാക്കാൻ പ്ലാനുണ്ട്. ഇസ്രായേല്, നിങ്ങളൊന്ന് ഉടയാൻ പോവുക, പക്ഷെ നിങ്ങൾ ഇല്ലായ്മപ്പെടത്തില്ല. നിന്നെ മറ്റൊരു പാത്രമാക്കി ഞാൻ പുറത്തെടുക്കും. അതാ പ്രവചനം. പറയട്ടെ, 4-ാം വാക്യം ഒരിക്കൽ കൂടെ വായിച്ചാണ്. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. കുശവന്റെ മനസ്സിൽ ഈ ചിത്രം കിടക്കുക. നമ്മൾ ഭയങ്കരമായിട്ട് ഉടഞ്ഞൊക്കെ വന്ന് നിൽക്കുമ്പോൾ കർത്താവ് വരുത്തില്ലേ, പേടിക്കാലടാ, ഞാൻ കൂടെ ഉണ്ടെന്ന്. അതിനർത്ഥം എന്നാ? ആര് തകർത്താലും നീ തകരുകയല്ല. അതിന്റെ കാരണം പറയാം. ഈ ഒരു കൈ കളിമണ്ണ് കുശവൻ എടുക്കും. നിങ്ങൾ ആദ്യം വിശ്വസിക്കേണ്ട കാര്യമാണ്, ഒരാൾ ദൈവത്തിൽ വന്നു കഴിയുമ്പോൾ ബൈബിൾ ഭാഷ അവൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അവൻ ആര്? ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചു, നീ ദൈവത്തിൻ്റെ കരത്തിലാണെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചേ. ഹല്ലേലൂയ. 22 സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, യഹോവയിങ്കൽ നിന്നെ തന്നെ സമർപ്പിക്കുക. 22:8. അവൻ അവനെ രക്ഷിക്കട്ടെ, അവൻ അവനെ വിടുവിക്കട്ടെ, അവനിൽ യഹോവയിങ്കൽ നിന്നെ തന്നെ സമർപ്പിക്കാം. അപ്പോൾ ഒരു ദൈവപൈതലിന് വേണ്ടത് ഒരു സമർപ്പണ ജീവിതമാണ്. യഹോവയിങ്കൽ നിന്നെ തന്നെ സമർപ്പിക്കാം, നിന്നെ തന്നെ സമർപ്പിക്കാം. ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കാര് പോകുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലയോ? അവരിങ്ങനെ വടിയിടിച്ച ഒരൊറ്റ അന്തം പോലും ഒരോടെ വീണിട്ടില്ല. പക്ഷെ 2 കണ്ണുള്ള നമ്മൾ പലപ്പോഴും ഞാൻ കൂട്ടായ്മയെ കണ്ടിട്ടുണ്ട്. ഒരാളുടെ കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ അടുത്തൊരാൾ കാഴ്ചയുള്ള ഒരാൾ പിടിച്ചോണ്ട് നടന്നാൽ ഈ കാഴ്ചയില്ലാത്ത ആൾക്ക് പേടിക്കണോ? എന്നാ മുമ്പിൽ പോകുന്ന ആള് ഈ ദൈവം പിടിച്ചോണ്ട് നടന്നാൽ നീ മുമ്പിലുള്ള ഒന്നിനെ പേടിക്കണ്ട. നിന്നെ അവൻ ചതിക്കത്തില്ല, നിന്നെ അവൻ കുരുക്കിക്കൊണ്ട് കയറ്റത്തില്ല. ജീസസ് അവൻ നിന്നെ അത്ഭുതകരമായി നടത്തും. അപ്പോൾ ഒന്നാമത്തെ സന്ദേശം, നീ ദൈവകരത്തിലാണെന്ന്. പൗലോസിന്റെ ഒരു പ്രയോഗം കേട്ടോണം, നമുക്കറിയാവുന്ന വാക്യം, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. എവിടെ സമർപ്പിക്കണം? ദൈവത്തിൽ സമർപ്പിക്കണം. അപ്പോൾ ഒരു സമർപ്പണ ജീവിതം ആവശ്യം. ഇനി നിങ്ങൾ കേട്ടെ, യെശയ്യാ പ്രവചിക്കുക, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈക്കകത്ത് വരച്ചിരിക്കുന്നു. ഞാൻ നിന്നെ, ദൈവം പറയാ, ദൈവത്തിൻ്റെ ഉള്ളം കൈക്കകത്ത് നിന്നെ വരച്ചേക്കുക. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിലെ ഈടുറ്റ വാക്ക് കേട്ടോ, നിങ്ങൾ പിതാവിൻ്റെ കയ്യിലിരിക്കുന്നു,
പിതാവിൻ്റെ കയ്യിൽ നിന്ന് ആരും നിങ്ങളെ പിടിച്ചു പറിക്കത്തില്ല. കാരണം നിങ്ങളുടെ പിതാവ് എല്ലാവരിലും വലിയവൻ. അപ്പോൾ ഒന്നാമത്തെ സന്ദേശം, നാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഇത് മനസ്സിലാക്കുന്ന ഒരു ദൂതിലോട്ട് വരിക. ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങളൊന്നുമല്ല, നിങ്ങളൊന്നുമായിട്ടില്ല. പക്ഷേ നിങ്ങൾ ഒരാളുടെ കയ്യിലാണ്. ആ കയ്യിലെടുത്തവൻ്റെ ഉള്ളിൽ നീ ആരാകണം എന്നുള്ള ചിത്രമുണ്ട്. ഒരാമയും വരുന്നില്ല. ഞാനൊരു വെളിപ്പാട് പറയാം. നിന്നെ തകർത്തവൻ നോക്കി നിൽക്കേ, എൻ്റെ ദൈവത്തിന് നിന്നെ പണിയാൻ ആഗ്രഹമുണ്ട്. ഇനി ബൈബിളിൻ്റെ വെളിപ്പാടിലോട്ട് ഞാൻ കയറുക. ജീസസ്, നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു പണി നിന്റെ മേൽ നടക്കാൻ പോവാ. നീ ഉടഞ്ഞത് കണ്ട് കൈയടിച്ചവൻ്റെ കൈയടി ഉടനെ നിൽക്കും. നീ ഉടഞ്ഞത് കണ്ട് ചിരിച്ചവൻ്റെ ചിരി ഉടനെ നിൽക്കും. കാരണം ദൈവം നിന്നെ മറ്റൊരു പാത്രമാക്കാൻ. നീ ചിന്തിക്കാത്ത റൂട്ടിൽ കൂടെ നിന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പ്രതീക്ഷിക്കാത്ത റൂട്ടിൽ കൂടെ നിന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. നീ പ്രാർത്ഥിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. കാര്യങ്ങൾ വേറെ റൂട്ടിലാണ് നടക്കുന്നത്. കുഞ്ഞെ, നീ ഓർത്തോണം, അവൻ പണി തുടങ്ങിയിട്ടുണ്ട്. അവൻ പണി, നിന്റെ ശത്രുവിന് ഈ ദിവസങ്ങളിൽ വെളിപ്പെടും. അവൻ പണി തുടങ്ങിയിട്ടുണ്ട്. ഹഗ്ഗായിയുടെ പ്രവചനം എടുക്കുക. ഹഗ്ഗായിയുടെ പ്രവചനം 2-ാം അധ്യായം. ഹഗ്ഗായി എവിടാ? മലാക്കിക്ക് പുറകിൽ സെഖരിയാവ്, സെഖരിയാവിന് പുറകിൽ ഹഗ്ഗായി. ഹഗ്ഗായി, സെഖരിയാവ്, മലാക്കി. മലാക്കി, സെഖരിയാവ്, ഹഗ്ഗായി. ദൈവത്തിന് സ്തോത്രം. ഹഗ്ഗായിയുടെ പ്രവചനം 2-ാം അധ്യായം 23-ാമത്തെ വാക്യം. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എന്റെ ദാസനായ ശേത്തിയലിന്റെ മകനായ സെരുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രാമോതിരമാക്കുമെന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഹഗ്ഗായി എന്ന് പറയുന്ന പ്രവാചകൻ സെരുബ്ബാബേലിനോട് പ്രവചിക്കുന്ന പ്രവചന സൂത്രമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടെ. സ്തോത്രം. പ്രവചിക്കുന്ന സാഹചര്യം കൂടി ഇച്ചിരി ഒന്ന് പറഞ്ഞാലേ ഈ ദൂത് നിങ്ങളുടെ ഉള്ളിലൊന്ന് ബോധ്യപ്പെടത്തുള്ളൂ. ദൈവാലയം തകർക്കപ്പെട്ടു, ദൈവാരാധന തകർക്കപ്പെട്ടു, ആലയത്തിൻ്റെ മതിൽ തകർക്കപ്പെട്ടു. തകർന്നു കിടക്കുന്നത് കണ്ട് ശത്രു അട്ടഹസിച്ച് ചിരിക്കുമ്പോൾ സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ആലയം പണിക്കൊരു ഗ്രൂപ്പ് പുറപ്പെട്ടു. പണി തുടങ്ങിയപ്പോൾ ചുറ്റുപാടുകളെ എതിർപ്പുകളും പ്രതിബന്ധങ്ങളും. ഈ ഒരു പണിയൊക്കെ തുടങ്ങണം, വീട് പണിയാട്ടെ, പള്ളിപ്പണിയാകട്ടെ, പണി തുടങ്ങുമ്പോഴേ ചിലരുടെയൊക്കെ സ്വഭാവം അറിയത്തുള്ളൂ. സ്തോത്രം. ഒരു വീട് മാറ്റത്തിന് ഞാൻ ചെന്നപ്പോൾ ആ വീട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഈ ഒരു വീട് പണിത് ചുറ്റുപാടുള്ള 5 കുടുംബങ്ങൾ എതിരായെന്ന് പറഞ്ഞു. അതുവരെ അവിടെ ഓമയ്ക്ക വഴുത്ത ഇവിടെ തരുമായിരുന്നു. ഇപ്പോൾ ഓമയ്ക്ക തരും, ഓമയ്ക്കായ്ക്കകത്ത് ഒരു കറുത്ത പൊടിയുടെ വെതറിയ തരും. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇപ്പൊ പണി നടന്നാൽ അവര് പ്രതീക്ഷിച്ചതിനപ്പുറത്ത് വല്ലോം നിന്റെ ലൈഫിൽ ഉണ്ടായാൽ അവർക്ക് ഭയങ്കര വിഷമമാണ്. അപ്പം നാട്ടുകാരെയല്ല സന്തോഷിപ്പിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. നമുക്ക് ദൈവത്തെ സന്തോഷിപ്പിച്ചാൽ ജീവിക്കാൻ പറ്റും. ഇനി അവിടെ ഒന്ന് പറയട്ടെ. ശക്തമായ എതിർപ്പ് നിമിഷം 16 വർഷം പണി മുടങ്ങി. ഈ ഒരു വിഷയത്തിന് 16 വർഷം പ്രാർത്ഥിച്ചിട്ട് നീക്കുപോക്കില്ലാതിരുന്നാൽ ആ 16-ാമത്തെ വർഷത്തെ പ്രാർത്ഥന അത്ര ശക്തിയുള്ളതൊന്നുമല്ല. ദൈവം അയച്ചിട്ട് ഇവിടെ വന്നു, പണി തുടങ്ങി, എതിർപ്പുണ്ടായി, ഇനി ദൈവഹിതമല്ലായിരിക്കും എന്നൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 പ്രവാചകന്മാർ, ഈ നീ തളരുമ്പോഴായി പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കും. 2 പേരെ അങ്ങോട്ട് എഴുന്നേച്ചു. ഒരുത്തൻ്റെ പേര് ഹഗ്ഗായി, മറ്റവൻ്റെ പേര് സെഖരിയാവ്. എന്നിട്ട് അവൻ ദൂത് പറയുക കേട്ടോ. ദൈവത്തിന് സ്തോത്രം. 3 ദൂതാ പറയുന്ന. 1, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു.
2, ഞാൻ നിന്നെ കയ്യിലെടുത്തു. 3, ഞാൻ നിന്നെ ഈ ദിവസങ്ങളിൽ ഒരു മുദ്ര മോതിരമാക്കും. തളർന്നു വാടിയിരിക്കുന്നവനോട് പറയാം, നിന്നെ തെരഞ്ഞെടുത്തത് ഞാനാ, നിന്നെ കയ്യിലെടുത്തത് ഞാനാ. ഈ ദിവസങ്ങളിൽ നീ നോക്കിക്കോണം, നിന്നെ ഒരു മുദ്ര മോതിരമാക്കി. തിരിച്ചറിവുള്ളവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം. ഞാൻ വീണ്ടും പറയുന്നു, നീ ഇപ്പോൾ ഒന്നുമല്ല, പക്ഷെ എന്തോ ആകാൻ പോകുന്നു. നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം എങ്ങും എത്തിയില്ല, പക്ഷെ എവിടോ എത്താൻ പോകുന്നു. നിന്റെ ഭാവി എങ്ങും എത്തിയില്ല, പക്ഷെ എവിടോ എത്താൻ പോകുന്നു. പണിയുടെ പകുതിക്കൽ ഉണ്ടായ ഉടച്ചിൽ നിന്റെ അവസാനമല്ല, എന്തോ വലിയ തുടക്കം. കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. ദൈവം അവനോട് പറയുക, നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഒന്നും കൂടെ നമുക്ക് വായിക്കാം. 2-ാം അധ്യായം 23-ാമത്തെ വാക്യം. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എന്റെ ദാസനായ ശെയല്തീയേലിന്റെ മകനായ സെരുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൂത് കിട്ടി, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു, മുദ്രമോതിരമാക്കും. ഞാൻ നിന്നെ കയ്യിലെടുത്തു, ഞാൻ നിന്നെ ഒരു മുദ്രമോതിരമാക്കും. പക്ഷെ ദൂത് കിട്ടിയിട്ടും തടസ്സം മാറുന്നില്ല. ഹഗ്ഗായി പ്രവചിച്ചിരുന്നപ്പോ സെഖര്യാവ് എഴുന്നേറ്റു. സെഖര്യാവ് പ്രവചിക്കുക, സെരുബ്ബാബേലിനുള്ള യഹോവയുടെ അരുളപ്പാട് സൈന്യത്താൽ അല്ല, ശക്തിയാൽ അല്ല, എൻ്റെ ആത്മാവിനാൽ. നീ മുദ്രമോതിരമാകുന്നതിന് മുമ്പിൽ ഒരു മഹാപർവ്വതം നിപ്പുണ്ട്. അത് നിന്റെ തടസ്സമാ. 16 വർഷം നിന്റെ ലക്ഷ്യത്തെ തകർത്ത, നിന്റെ അനുഗ്രഹത്തെ തകർത്ത, നിന്റെ ഉയർച്ചയെ തകർത്ത ആ മഹാപർവ്വതം. ഹലോ, ചിലരുടെ ഉള്ളിൽ വിടുതലിന്റെ ധ്വനി ഞാൻ കേൾക്കുക. റമന, ചില തടസ്സങ്ങൾ വഴിമാറുക. നിന്നെ ദൈവം പണിത് ഉയർത്തുന്നതിനെതിരെ ഉള്ള ഇന്ന് നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ നിന്റെ വീട് ഇരിക്കുന്നിടത്ത് തടസ്സങ്ങൾ മാറട്ടെ. നിന്റെ സന്തതി ഇരിക്കുന്നിടത്ത് കൃപ 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 അവൻ നിന്റെ കുടുംബത്തിൽ നടക്കേണ്ട ചില കാര്യങ്ങൾ ഈ തടസ്സം പൊട്ടിയാലേ നടക്കൂ. ലമ്മ, ഞാനൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു. വർഷങ്ങളായി തല പൊക്കി നിന്ന ചില തടസ്സത്തോട് ഇന്ന് ദൈവം യുദ്ധം ചെയ്യാൻ പോവാ. യേശുവിന്റെ നാമത്തില് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. നീ അല്ല ഫൈറ്റ് ചെയ്യുന്നേ, സൈന്യത്തിന്റെ ശക്തി കൊണ്ടല്ല, സൈന്യമല്ല, ശക്തിയല്ല. കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. റംബ ഹത്തിരി ബിഗുഡമന, ഞാനൊരു വെളിപ്പാട് നിന്നോട് പറയാം. അല്പചല ദിവസത്തിനകത്ത് പർവ്വത സമാനമായി തലപൊക്കി നിന്ന് നിന്നെ പണി ചെയ്യിക്കത്തില്ലെന്ന് പറഞ്ഞ ആ ദുഷ്ടശക്തി ഏതായാലും അത് വഴിമാറാൻ പോവുക. കേട്ടോ, തടസ്സങ്ങൾ വഴിമാറുന്നു. ഭാവിയെ ബ്ലോക്ക് ചെയ്ത, കുടുംബജീവിതത്തെ ബ്ലോക്ക് ചെയ്ത, നന്മയെ ബ്ലോക്ക്. ഞാൻ ആത്മാവിൽ കാണുക, ദൈവദൂതന്മാർ മിന്നുന്ന വാളുമായി ആത്മാവിൽ അതൊന്ന് സെൻസ് ചെയ്തേ, ആത്മാവിൽ ഒന്ന് സെൻസ് ചെയ്തേ, ആത്മാവിൽ ഒന്ന് മനസ്സിലാക്കിക്കേ. ആവിചാര കോട്ടകൾ, മന്ത്രം. ജീസസ്, എല്ലാവരും ആരാധിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. നിന്റെ അകത്ത് ദൂത് പ്രകാശിക്കുന്നെങ്കിൽ നിന്റെ ഇങ്ങനെ നീ കടക്കത്തില്ല. 16 വർഷമായി ഒരേ അവസ്ഥയിൽ അന്യദേശത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന നിന്നോടാ ദൂത്. നിന്റെ പണി ഒരു ഭാഷയിലാ, നിന്റെ പണി ഒരു ആത്മാവിന്റെ ഭാഷയിലാ, നിന്റെ പണി ഒരു പുതിയ അന്യഭാഷയിലാ. ഇതിനകത്ത് ദൈവകരം ചലിക്കുന്നു. ഞാനൊന്നും പറയത്തില്ല. ആത്മാവിൽ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ, നിങ്ങൾക്ക് ആത്മാവിൽ സ്പർശിക്കാൻ കഴിയുന്നെങ്കിൽ, നിങ്ങൾ ആത്മാവിൽ
ലോർഡ്, ഇന്ന് ഞാൻ പറയാ, രാജ്യങ്ങൾക്കപ്പുറത്ത് വരെ വിടുതലുകൾ വ്യാപരിക്കുന്നു. പട്ടണങ്ങൾക്കപ്പുറത്ത് വരെ. നിങ്ങൾ എന്നെ അല്പം കൂടെ ഒന്ന് ശ്രദ്ധിച്ച്, അല്പം കൂടെ ആഴമായി ശ്രദ്ധിച്ച്. ഞാൻ വീണ്ടും പറയുന്നു, നിയോഗങ്ങളാണ് ഇവിടെ വലുത്, നടത്തിപ്പുകളാണ് ഇവിടെ വലുത്. ഞാനൊരു ദൂത് നിന്നോട് പറയാം, ചിലത് പൊട്ടിയതാ. ഒത്തിരി ദിവസം അതിനുവേണ്ടി മെനക്കെടണ്ട. ദൈവം പറയാ, സെരുബാബേലേ, നിന്നോട് ദൂതുണ്ട്. നിന്നെ ഞാൻ തെരഞ്ഞെടുത്തതാ, നിന്നെ ഞാൻ കയ്യിലെടുത്തതാ, നിന്നെ ഞാൻ മുദ്രമാക്കാനുള്ളതാ. പക്ഷെ തടസ്സം നിന്റെ മുമ്പിൽ നിൽക്കുക. ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തത് നീ അല്ല, ഒരു സൈന്യമല്ല, ഒരു ശക്തിയല്ല, എൻ്റെ ആത്മാവ്. ഓ ദൈവാത്മാവേ, യേശുവിന്റെ നാമത്തില് ഇന്നിവിടെ നീ സ്തോത്രം ചെയ്യുമ്പോൾ, ലോർഡ്, നിന്റെ നന്മകൾക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന നിന്റെ ഭാവിക്ക്, ഓ ചിലരുടെ ഭാവിയുടെ തടസ്സം മാറുന്നു. ചിലരുടെ എവിടോ നിനക്ക് ആത്മാവിൽ ബോധ്യപ്പെടുന്നെങ്കിൽ കവി കാലപ്പഴക്കം ചെന്ന ആഭിചാര ശക്തികളെ ദൈവം വെട്ടുന്നു. കണ്ടോ അവിടെയൊക്കെ തീ. അവിടെ ചിലരുടെ മേൽ, യെസ്, എനിക്ക് കാണാം ഇവരകത്തൊരു തീ. ഇപ്പോഴും ചിലർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പോഴും ചിലർക്ക് മനസ്സിലാകുന്നില്ല. നീ പച്ച മനുഷ്യനെ പോലെ ഇരിക്കരുത്, നിന്റെ അകത്തെ ആത്മമനുഷ്യൻ ഉണരണം. Oh, love you, Father. ഞാനൊരു വെളിപ്പാട് പറയാം. അല്പ ദിവസത്തിനുള്ളിൽ തടസ്സം പൊട്ടിയെന്നും, ലോർഡ്, ചെയ്യിക്കത്തില്ലെന്ന് പറഞ്ഞത് നീ ചെയ്യാൻ പോവാന്നും ദൈവം സംസാരിക്കുക. ജീവിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ നീ അവരുടെ മുമ്പിൽ ജീവിക്കും. പൂർത്തിയാകത്തില്ലെന്ന് പറഞ്ഞത് അവരുടെ മുമ്പിൽ പൂർത്തിയാകും. അത് വീട് പണിയാകട്ടെ, അത് തലമുറയുടെ കൃപ. നിങ്ങളിൽ എത്ര പേർക്ക് ചിലപ്പോൾ ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞ് പോയി നിങ്ങൾക്ക് അല്പനേരം പ്രാർത്ഥിക്കാൻ നിയോഗം ഉണ്ടാകും. എന്തിനാണെന്നറിയാമോ? എന്തൊക്കെയോ ചില തടസ്സങ്ങൾ. എന്നിട്ട് ആ സെഖര്യാ പ്രവചിക്കുക, സെരുബാബേലിൻ്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടെങ്കിൽ, സെരുബാബേലിന്റെ കൈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ അത് തീർക്കും. 16 വർഷം വെല്ലുവിളിച്ച ശക്തിയുടെ മുമ്പിൽ ദൂത് പറയുക, നിന്റെ കൈ തന്നെ. അതിന് കൃപ എന്ന ആർപ്പോടെ. Glory to God, 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 glory to God. എന്നോട് ദൈവത്തിന്റെ ആത്മാവരെ ചില പൂർത്തീകരണം നടക്കാൻ പോവാ. നിന്റെ കുടുംബത്തിനകത്ത് ചില ദൈവ പദ്ധതി ഫുൾഫില്ലിംഗ്. ഓ തടസ്സം ഇന്ന് പൊട്ടിയെന്നും ചിലതൊക്കെ ഫുൾഫില്ല്. ഓ ഹോളി സ്പിരിറ്റ്, എനിക്ക് കാണാൻ ചില ഇരുട്ട് പോലുള്ള രൂപങ്ങൾ, ചില ഇരുട്ട് പോലുള്ള ശക്തികൾ ചില വ്യക്തികളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകട്ടെ. ഓ റമന അമ്മി, ചില കറുത്ത കൈകൾ മാറിപ്പോകട്ടെ, ചില ദുഷ്പ്രവർത്തികൾ മാറിപ്പോകട്ടെ, ചില ദുരാത്മാ. ഓ ലമന റൈറ്റ് ലോഡ. നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് പത്രോസിന്റെ 1-ാം ലേഖനം എടുത്തേ. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം എടുക്കാം. 1 Peter chapter 2 verse 4, 4-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. ജീവനുള്ള കല്ല് ക്രിസ്തു. നമ്മളാണ് അടുത്ത കല്ല്. ആ കല്ല് എന്തുവാ? ദൈവത്തിന്. ആ കല്ല് എന്തുവാ? ഒന്നുകൂടെ വായിച്ചേ, അവിടെ കിടപ്പുണ്ട്.
മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. അപ്പൊ നമ്മളും കല്ല, അതും ഈ ജീവനുള്ള കല്ലായവന്റെ അടുക്കൽ വന്നിട്ട് നമ്മളും എന്തുവാകണം? ജീവനുള്ള കല്ലുകൾ എന്ന ജീവനുള്ള കല്ല്. അതുകൊണ്ടാ അനക്കമില്ലാത്ത കല്ലിനെ പോലെ ഇരിക്കല്ലെന്ന് പറയുന്നു. ഇത് ജീവനുള്ള കല്ലായവന്റെ അടുക്കൽ വന്നിട്ട് നമ്മളും എന്തുവാവും? ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. ജീവനുള്ള കല്ലുകൾ എന്ന പോലെ, പ്രയോഗസത്തികൾ എന്ന പോലെ. ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം, ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന്, പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം, തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും. വിശുദ്ധ പുരോഹിത വർഗം ആയില്ല, ആകേണ്ടതിന് പണിയപ്പെടും. നിന്നെ പണിതോണ്ടിരിക്കുക. ഓ ഹല്ലേലൂയ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, പൂർത്തിയായിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുക. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയാം, ഈ കുശവനൊരു പാത്രം പണിയുമ്പോഴേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നല്ല നല്ല കുടങ്ങൾ കുശവൻ ഈ കളിമണ്ണെ പണിയും, ചില കലങ്ങൾ പണിയും, ചില പാത്രങ്ങൾ പണിയും. അമ്മേ, ഈ താഴെ ഭാഗമെല്ലാം ഈ മധ്യഭാഗത്ത് വരുന്നിടം വരെ മിക്കവാറും എല്ലാം ഒരുപോലെ ഇരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരേ വലിപ്പത്തിൽ പല ഷേപ്പിൽ വരുമ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ പറയും ഇന്നതാവും, ഇന്നതാവും, മോൻ ഇന്നതാകും, മോൾ ഇന്നതാകും. അന്നേരം അതാവും ഉടഞ്ഞു പോയി. കർത്താവ് പറയാം, പേടിക്കണ്ട, അതിനേക്കാൾ നല്ല പാത്രമായി ഞാൻ അതിനെ പുറത്തെടുക്കും. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക. ഈ ഉടച്ചിൽ നിന്റെ തകർച്ചയ്ക്കല്ല, ഈ ഉടച്ചിൽ നിന്റെ പരാജയത്തിനല്ല, നിന്നെ മറ്റൊരു പാത്രമാക്കി. മനുഷ്യർ തള്ളിയതെങ്കിലും, ഹല്ലേലൂയ, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ, ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും. നമ്മളെയും ദൈവം എന്ത് ചെയ്യുക? പണിയപ്പെടും. അപ്പൊ ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്. പണി നടക്കുക, പണി നടക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇനി ബൈബിളിലെ ഒരു വെളിപ്പാട് പറയാം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പ്രാവചനീയ ഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്താണ്. 41 അധ്യായം എടുക്കാം. 15 വാക്യം ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. 14 മുതൽ വായിക്കും. പുഴുവായ യാക്കോബേ. ഇവിടെ ഒരു മനുഷ്യനെ ബൈബിൾ വിളിക്കുക, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യും. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേൽ. ഒരു പുഴുവിന് എത്ര കഴിവുണ്ടോ? ഇപ്പൊ നിന്റെ അവസ്ഥ അങ്ങനെ. പക്ഷെ എന്റെ സഹായം പുഴുവായ നിന്റെ മേൽ വീഴാൻ പോവാ. അടുത്തത്, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. പിന്നെ ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ നിന്റെ അകത്തൊരു പണി ഞാൻ നടത്തും. അന്നേരം നീ പുഴുവല്ല, നിന്നെ ഒരു മെതിവണ്ടിക്ക് സമമാക്കി ഞാൻ നിന്നെ പുറത്തെടുക്കും. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, ഇപ്പോൾ നീ ആരാന്നല്ല ചോദ്യം. നിന്റെ അകത്ത് പണി നടന്നാൽ, നിന്റെ അകത്ത് പണി നടന്നാൽ, നിന്റെ അകത്ത് ആരാധന ഉയർന്നാൽ, നിന്റെ അകത്ത് വാക്തത്വം വീണാൽ, നിന്റെ അകത്ത് അഭിഷേകം വീണാൽ, എനിക്കെന്തോ വലിയ ബോധ്യം ദൈവം എന്തോ നമ്മൾ ആകാൻ പോവുക. ഞാനൊരു വെളിപ്പാട് പറയാം. നീ നിന്നെ ഒത്തിരി നിരാശപ്പെടുത്തുന്ന വിഷയമൊക്കെ ഇന്ന് പൊളിയും. നിന്നെ ഒത്തിരി വിഷമിപ്പിക്കുന്ന ആ പോരാട്ടം ഇന്ന് അഴിയും. എന്നോട് ദൈവം, നിനക്ക് വേണ്ടി ദൈവം എന്തും ചെയ്യും. ഒന്ന് നെഞ്ചത്ത് കൈവച്ചോറ, എനിക്ക് വേണ്ടി യേശു എന്തും. പണ്ടൊരിക്കൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേട്ടു. ഒരിക്കലും മറക്കത്തില്ല ആ ശബ്ദം. ആ ശബ്ദം ഇങ്ങനെ, നീ പ്രാർത്ഥിക്കുന്ന കാര്യം ഒണ്ടേ തരും,
ഇല്ലേ ഉണ്ടാക്കി തരും. ഞാനൊരു വിഷയത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുക, ചോദിച്ചാൽ ഉണ്ടേ തരും, ഇല്ലേ അത് ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ സൃഷ്ടിച്ചു തരും. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മിക പ്രവചനം നടത്താൻ പോവുക. നീ ചിന്തിക്കുന്ന പോലെ അല്ല നിന്റെ ഭാവി, നീ ചിന്തിക്കുന്ന പോലെ അല്ല നിന്റെ സന്തതി, നീ ചിന്തിക്കുന്ന പോലെ അല്ല നിന്റെ ഫ്യൂച്ചർ. നിന്റെ ഒടച്ചിൽ ചിലർക്ക് ചിരിയ, പക്ഷെ യേശു പറയാ പേടിക്കണ്ട. എവിടൊക്കെയോ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു അന്ധകാല ശക്തിയുമായിട്ടുള്ള മൽപ്പിടുത്തമാ. ഇതൊരു പൈശാചികത. വർഷങ്ങൾ സ്റ്റക്കാക്കി വെച്ച, നിന്നെ ഗതി പിടിക്കാൻ അനുവദിക്കാത്ത സെരുബാബേലെ ദൂതുണ്ട്. നീ താമസിക്കാതെ മുദ്രമോതിരമാകും. നിന്നെ ഞാൻ കയ്യിലെടുത്ത് ശബല ജമന രബല രിബല ഹതിരി വിഗുഢമന രബന അർത്ഥകൾ ഖരാദഗസി. പുഴുവായ യാക്കോബേ, നീ ഇനിയും പുഴുവല്ല, നീ ഒരു മെതിവണ്ടിയാവും. അതിനർത്ഥം യാക്കോബ് പുഴുവാന്നല്ല. ഇപ്പം നിന്റെ എഴഞ്ഞതിലുള്ള പോക്ക് നിൽക്കാൻ പോവാ. പുഴു പോന്നെ കണ്ടിട്ടുണ്ടോ? എങ്ങനാ? നമ്മൾ രാവിലെ നോക്കിയ ഉച്ചയാകുമ്പോഴേ പുള്ളി അവിടെ ചെല്ലും. എന്നാൽ വേറൊരു സാധനം മെതിവണ്ടി. എന്തുവാ മെതിവണ്ടി? അതൊരു പർവ്വതത്തിന്റെ താഴോട്ട് കൊണ്ടുവിട്ടാൽ 2 മിനിറ്റ് കഴിയുമ്പോൾ മേളിൽ നിൽക്കും. ലോർഡ്, നിന്നെ ഞാൻ ഒരു മെതിവണ്ടിയാക്കും. എന്നിട്ട് കേട്ടോ, തീർന്നില്ല, ആക്കും. വൈര്, ഞാൻ നിന്നെ ഒരു ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കേ. എന്തിനാ? നിനക്ക് മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങളെ ഇനി നീ മെതിച്ച് പൊടിക്കാൻ പോവാ. ഓ യേശുവിന്റെ നാമത്തില്, ഓ യെസ്, യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽ ആരാധിക്കുന്ന ചിലരോടാ ദൂത്. ആര് നിനക്ക് കുരുക്കിട്ടാലും അത് മെതിച്ച് പൊടിക്കണം. ആര് നിനക്ക് തടസ്സം, ഞാനിപ്പോ നിർത്തത്തില്ല, ദൂത് വെളിപ്പെടുക. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു, പുഴുവിനെ പോലെ നിന്റെ ലൈഫ്, എഴഞ്ഞ നിന്റെ ലൈഫ്, ഇതാ പരിശുദ്ധാത്മാവ്. ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഒരു മുന്നേറ്റം നിനക്കുണ്ടെന്ന് വിശ്വസിക്കുന്നോ? അടുത്തിരുന്നോട് ചോദിച്ച്, നിനക്കൊരു മുന്നേറ്റം ഉണ്ടെന്ന് വിശ്വസിക്കുന്നോ? ഞാനൊരു ദൂത് പറയാം. ചില ദിവസത്തിനകത്ത് ഇത് നിന്റെ വീട്ടിൽ വെളിപ്പെടും. നിന്റെ പ്രവചനമാ നിന്റെ ലൈഫിൽ വെളിപ്പെടും, നിന്റെ കുടുംബജീവിതത്തിൽ വെളിപ്പെടും, നിന്റെ സന്തതിയുടെ മേൽ. ശബല ജമന രാധ ലക്ഷരാദി രക്ഷരാധന ശതരോധ രക്ഷരാദി ഗന്ധനരമ. ചിലതൊക്കെ മുടക്കിയിട്ടേക്കുവാ, ചിലതൊക്കെ മുടങ്ങിക്കിടക്കുക, ചിലതൊക്കെ തടസ്സപ്പെടുത്തിയിട്ടേക്കുക, ചിലതൊക്കെ അതിന് വരെ ആധിപത്യം പുലരുക. ഇന്ന് പകൽ പറയാ, ഒരു മെതിവണ്ടിയെ പോലെ. ഇതിനകത്തൊരു വിടുതലിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു, ഒരു വിടുതലിന്റെ ശബ്ദം. നീ എന്ത് ചെയ്യും? നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കും. കുന്നുകളെ പതിർ പോലെ ആക്കുകയും നീ അവയെ പാറ്റും, കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോകും. നീ ചെയ്തോ, ബാക്കി കാറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ചിലതിന്റെ പേര് പോലും ഇല്ലാതെ തമ്പുരാൻ നാമാവിശേഷമാക്കി കളയും. നിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബൈബിളിലെ ഈ നമ്മുടെ അപ്പനും അമ്മയും ഇടുന്ന പേരുണ്ട്. ദൈവം ഒരു വ്യക്തിയെ മാറ്റുമ്പോൾ അവൻ്റെ പേരൊക്കെ അങ്ങ് മാറ്റിയിടും, പേരങ്ങ് ആക്കിയിടും. ഈ അപ്പൻ മോന് പേരിട്ടു യാക്കോബ്.
ഇവൻ ഈ യാബോക്കടവിന്റെ തീരത്ത് വെച്ചൊന്ന് ഉടഞ്ഞു. ദൈവം പറഞ്ഞ് പേടിക്കണ്ട, നിന്നെ ഞാൻ പണിയാൻ പോകും. ഞാൻ പണിത് കഴിയുമ്പം നിന്റെ പേര് ഞാൻ മാറ്റിയിടും. ഒരാമയും വരുന്നില്ല. ഈ ബൈബിൾ ഭാഷ ഞാൻ ഒരു വെളിപ്പാട് പറയാം. ഈ ദിവസങ്ങൾ എഴുതിയിട്ടു ചിലരുടെ പേര് മാറത്തക്ക രീതി. നിന്റെ പേര് ഭൂമിയിലെ മഹാന്മാരുടെ വചനം തൊട്ടാ തീരുകയല്ല. ഇതിനകത്തിരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നിന്റെ പേരിനെ ചിലർ ഒതുക്കിക്കളഞ്ഞെങ്കിൽ നിന്റെ പേര് ദൈവം മാറ്റിയിടാൻ പോവാ. ഉൽപ്പത്തി പുസ്തകം 32:28 അതുകൂടെ പറഞ്ഞ് നമ്മളൊന്ന് പ്രാർത്ഥനയെ കയറാൻ പോവാ. നീ ദൈവത്തോടും മനുഷ്യരോട് മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേരിനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് ദൈവം പേര് മാറ്റിയിട്ടാൽ നിന്നെ ഭയപ്പെടുത്തിയവരൊക്കെ നിന്നെ ഭയപ്പെടും. ഇസ്രായേൽ എന്ന പേര് ലോക ചരിത്രത്തിനൊരു ഭയമാണ്. തമ്പുരാൻ മാറ്റിയിട്ട പേര്. ഞാനൊരു ദൂതിന്റെ പൂർത്തീകരണം പറഞ്ഞു തീർത്താം. നീ ഉടഞ്ഞത് നന്മയ്ക്ക. ശത്രു നിന്റെ മേൽ മെതിവണ്ടി കയറിയത് നന്മയ്ക്ക. നിന്നെ മറ്റൊരു പാത്രമാക്കാൻ പോവാ. കുശവന്റെ ശ്രമം നിർത്തിയിട്ടില്ല. ഇന്ന് പകൽ ശ്രമം നിന്റെയല്ല, കുശവന്റെയാ. കുശവന്റെ ശ്രമം എന്നാന്നറിയോ? നീ ആരാകണമെന്നുള്ള ചിത്രം കുശവന്റെ അകത്ത് കിടക്കുക. നീ ആരാകണം എന്ന് പറഞ്ഞ് ഇച്ചൂടെ കയറിയാ. നിന്നെ ആരാക്കണം എന്നുള്ള സ്വപ്നം കിടക്കുക. ഒരു ഉടച്ചിൽ വന്നപ്പോഴത്തേക്ക് നീ അങ്ങ് ഡിമ്മായി. ഇനി എന്നെ കൊണ്ടൊന്നിനും പറ്റത്തില്ല ബ്രദറെ, എല്ലാം തീർന്നു ബ്രദറെ, ഭയങ്കര കടവാ ബ്രദറെ എന്ന് പറയുമ്പം ദൈവം പറയാ, പേടിക്കണ്ട, ഞാൻ നിന്നെ ഒരു മോതിരമാക്കാം. ഞാൻ നിന്നെ കയ്യിലെടുക്കാം. ഈ ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. നിന്നെ ദൈവം ഇവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മക്കണ്ണിലൂടെ കണ്ട് ഭാവി പ്രവചിച്ചാൽ നീ അത്ഭുതപ്പെടും. നിനക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുകയില്ല. മനസ്സിലായോ? 10 വർഷം കഴിയുമ്പം നീ ആരാകുമെന്ന ചിത്രം ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലുണ്ട്. ഇന്നലെ രാത്രി ഉറക്കത്തിൽ എനിക്ക് കിട്ടിയ ദൂതായത്. എന്നോട് ദൈവാത്മാവ് ഇന്നലെ രാത്രി തൊട്ട് ഇടപെടാൻ തുടങ്ങി. എൻ്റെ ജനം ഉടയപ്പെട്ടത് വെറുതെ അല്ല, ഞാൻ അവരെ പണിയാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് സമ്മതിച്ചേ. നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം നടന്നില്ലേ? മോളൊന്ന് കൈവക്കോ. നിന്റെ അടുക്ക കർത്താവ് വന്ന് നിൽക്കുക. എന്നിട്ട് നിന്നോട് പറയാൻ കർത്താവ് പറയുക, ലോർഡ്, ശ്രേഷ്ഠകരമായ ഭാവിയുടെ വാതിലുകൾ നിനക്ക് തമ്പുരാൻ തുറന്നു വെച്ചിട്ടുണ്ട്. നിന്റെ പണി മനോഹരവും നിന്റെ ജീവിതം ഭയങ്കര സുന്ദരവുമായിരിക്കും. അത്തരത്തിലുള്ള ശുഭഭാവിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആത്മാവ് ആരംഭിക്കുക. ഒരു ട്രെയിൻ ഒരു സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇനിയും ആ ട്രാക്കിൽ കൂടല്ല, മറ്റൊരു ട്രാക്കിലേക്ക് ട്രെയിൻ മാറും. എന്തിനാ ട്രെയിൻ മാറുന്നതെന്ന് ചോദിച്ചാൽ, ഈ പാളം കണക്റ്റായിരിക്കുന്നത് വേറൊരു ദിശയിലാണ്. നീ പോകേണ്ട ട്രെയിനിൻ്റെ പാളം മറ്റൊരു ദിശയിലേക്ക് തിരിക്കാൻ പോവാ. അത് നിന്റെ ഭാവിക്ക് വെളിച്ചവും അനേകർക്കൊരു തണലുമാകത്തക്കവണ്ണം നിന്റെ വീടിനകത്ത് മുഴുവൻ രക്ഷാ നിർണയം, നിന്റെ വീടിനകത്ത് മുഴുവൻ ആത്മാവിൻ്റെ നിറവ്, നിന്റെ വീടിനകത്ത് മുഴുവൻ ആത്മശക്തിയുടെ ഉറവകളെ എൻ്റെ ദൈവം തുറന്നുവിടും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. നീ ഉടഞ്ഞപ്പോൾ ചിലർ ചിരിച്ചു, ചിലർ മാറിയിരുന്ന് പറയും അവൻ ഉടഞ്ഞടാ. പക്ഷെ നീ സങ്കടപ്പെടരുത്, അവരുടെ ചിരി ഉടനെ നിൽക്കും. പണിയാൻ കഴിവുള്ളവന്റെ കരം യേശുവിന്റെ നാമത്തില് നിന്റെ ഷേപ്പ് ദൈവം മാറ്റുകയാ. നിന്റെ ഫ്യൂച്ചറിന്റെ
ഇവിടൊക്കെയോ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ലന്തരോ ദൂര ശതന ബൗഡിബി ഗംശനനബ ലബദല ബൗഡമന ദുരഹട്ടാല. എവിടൊക്കെയോ ദൈവത്തിന്റെ കൈ ചലിച്ചുകൊണ്ടിരിക്കുക. സന്തതികളെ ഓർത്ത് വിഷമിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ കുഞ്ഞിന്റെ ഫ്യൂച്ചർ. ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും പറയാം, ഉടഞ്ഞെന്ന കഥയും പറഞ്ഞുകൊണ്ട് ഈ ആരാധന സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ അപ്പൻ പറയുക, ഉടഞ്ഞിട്ടില്ലടാ അമ്മി, ഉടഞ്ഞിടത്തുനിന്ന് പണി ഞാൻ തുടങ്ങുക. ജീസസ്, അടുത്ത പണി നിന്നെ ഉടയ്ക്കുന്ന പണിയല്ല, അടുത്ത പണി നിന്നെ മാനപാത്രമാക്കും. കോപപാത്രമായിരുന്ന നിന്നെ അവനൊരു ഈ കൊശവൻ്റെ വീട്ടിലൊക്കെ ചെല്ലുമ്പോഴേ, കൊശവനിങ്ങനെ ചക്രത്തെ പണിയുമ്പം ഒരു പാത്രം ഉടഞ്ഞു പോയാൽ കൊശവൻ കളയത്തില്ല. അവനെ കൊശവൻ്റെ വീടിന് മുമ്പിൽ ഒരു തെങ്ങുണ്ട്, അങ്ങോട്ട് എടുത്തെറിയും. അതെല്ലാം ഓടെ പിന്നെ അവനെ പിന്നെയും കുഴയ്ക്കും, കളയത്തില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കൊശവൻ ഇതിനെ പണിത് തീക്കകത്തൊക്കെ വെച്ച്, ഈ പാത്രം തീക്കകത്ത് വെക്കുമ്പോൾ ഒരു ഗുണമുള്ള എന്താണെന്നറിയോ, ഈ പാത്രത്തിൻ്റെ ഉറപ്പ് വർദ്ധിക്കും. എന്നിട്ട് ഒരു ദിവസം ഈ പാത്രമല്ല ഒരു കൊട്ടയ്ക്കകത്ത് വെച്ചോണ്ട് തിരുവല്ലായിൽ കൂടെ വിളിച്ച് ചോദിക്കും, പാത്രം വേണോ? പാത്രം. ഉടനെ പാത്രം ചിരിക്കും. ആരും കാണാതെ വെള്ളത്തിനടി മറഞ്ഞു കിടന്ന എന്നെ താന്നു വന്ന് കോരിയെടുത്ത് പണിപ്പുരയിൽ പണിത് അഗ്നിയിൽ ചുട്ട് എന്നെ ഒരു മാനപാത്രമാക്കി ഉയർത്തിയല്ലോ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്നെ നിന്ദിച്ച ജനതയുടെ നടുവിൽ, അപമാനിച്ച വ്യക്തിത്വങ്ങളുടെ നടുവിൽ നിന്നെ വിളിച്ചവൻ മാറിയിട്ടില്ല, തെരഞ്ഞെടുത്തവൻ മാറിയിട്ടില്ല. അവൻ അത് ചെയ്യുമെന്ന് ഉറപ്പ്. ശബാന, ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കുന്ന സമയത്ത് ആത്മാവിനോട് പറയുക, ലോർഡ്, നിന്റെ അകത്തൊരു വലിയ പണി നടക്കാൻ പോവുക. ഉടഞ്ഞത് വെറുതെയല്ല. കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിന് വീണ്ടും ചെത്തും. കായ്ക്കുന്നതിനെക്കുറിച്ച് പ്രതീക്ഷ, ഉടഞ്ഞതിനെക്കുറിച്ച് പ്രതീക്ഷയാ, പിന്നെയും പണിയും.